വയസ്സ് 74, പേര് പട്ടാഭിരാമൻ. ദേശീയ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ വലിയ താരമായ ഈ മുത്തശ്ശന്റെ കഥ കേൾക്കണം. പട്ടാഭിരാമന്റെ ഇപ്പോഴത്തെ വേഷം കാക്കിയാണ്. പക്ഷേ മുൻപ് ഇദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു, കോളേജ് പ്രൊഫസർ. ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ്. കൗതുകം തോന്നുന്നുണ്ട് അല്ലെ? ഇതേ കൗതുകം കേൾക്കുന്നവരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. പട്ടാഭിരാമന്റെ വിദ്യാഭ്യാസം എം.എഡ് ആണ്. എം.എയും എം.എഡും കഴിഞ്ഞ മുംബൈയിലെ ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായാണ് പട്ടാഭിരാമൻ കരിയർ തുടങ്ങിയത്. കർണാടകയിൽ ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ജോലി തേടി മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നത്. കർണാടകയിലെ കോളേജുകളിലും മറ്റും ജോലി തേടി പോയപ്പോഴൊക്കെ നിങ്ങളുടെ ജാതി എന്താണെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. പേര് പട്ടാഭിരാമൻ എന്നാണെന്ന് മറുപടി നൽകിയതോടെ ഞങ്ങൾ അറിയിക്കാം എന്ന പതിവ് മറുപടിയാണ് എല്ലാവരും നൽകിയതെന്ന് പട്ടാഭിരാമൻ പറയുന്നു. കർണാടകയിലെ കോളേജുകൾ നിരാശപ്പെടുത്തിയതോടെ മുംബൈയിലെ പ്രശസ്തമായ ഒരു കോളേജിൽ അദ്ദേഹം ജോലിക്ക് ശ്രമിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 60-ാം വയസ്സിൽ വിരമിക്കുന്നതുവരെ 20 വർഷം അദ്ദേഹം അവിടെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. ജോലിയിൽ വിരമിച്ച ശേഷമാണ് അദ്ദേഹം ബംഗളൂരുവിലേക്ക് തിരിച്ചെത്തിയത്. സ്വകാര്യ കോളേജുകളിൽ അധ്യാപകർക്ക് പരമാവധി 15,000 രൂപയാണ് അന്ന് ലഭിച്ചിരുന്നത്. സ്വകാര്യ കോളേജ് ആയിരുന്നതിനാൽ തന്നെ പെൻഷനുമില്ല. ഒരു ദിവസം ഓട്ടോ ഓടിച്ചാൽ 700 മുതൽ 1,500 രൂപ വരെ കിട്ടും. ജീവിതത്തെക്കുറിച്ച് ഒരു പരാതിയുമില്ല, ഒന്നിലും പശ്ചാത്താപമില്ല. ഇത്തരം ഒളിഞ്ഞിരിക്കുന്ന നായകന്മാരിൽ നിന്ന് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പട്ടാഭിരാമൻ എന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മൾ ഇന്ന് കേട്ടത്. വാർത്തയാണ്. അദ്ദേഹം 74 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതേപോലെ തന്നെ സമാനമായൊരു വാർത്ത വന്നിരുന്നു ഒരു കുട്ടി കർഷകനെ കുറിച്ച്. നമ്മുടെ ഇപ്പോൾ ഈ ഒരു വൈറലായ ഒരുപാട് അത് വൈറലായി തോന്നുന്നു. അതായത് ഒരു ചെറിയ കുഞ്ഞ്, അതായത് ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടി. അവൻ പശുക്കളെ വളർത്തിയിട്ടാണ് കുടുംബം കൊണ്ടുപോകുന്നത്. 1-2 പശുക്കൾ അവൻ്റെ ഉപ്പയുടെ കൂടെ. പക്ഷെ മൂപ്പരാണ്, ഈ കുട്ടിയാണ് അതിൻ്റെയൊക്കെ കൈകാര്യങ്ങൾ നടത്തുന്നതെന്നൊരു വൈറൽ വീഡിയോ വന്നിരുന്നു. ശരിക്കും എനിക്കത് തോന്നുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ അന്വേഷണം വേണം. എന്നിരുന്നാലും നമ്മളൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു വിലയിരുത്തലും മറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓട്ടോറിക്ഷ ഓടിക്കുക എന്നുള്ളത് അയാളുടെ ഒരു അങ്ങേയറ്റത്തെ അഭിനിവേശം, താല്പര്യമുള്ള ഒരു സംഗതിയായിരിക്കും. അതല്ല എങ്കിൽ ഒരു കോളേജ് പ്രൊഫസറായി റിട്ടയർ ചെയ്ത വ്യക്തി, അദ്ദേഹത്തിന് ആരോഗ്യവും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റു പ്രാദേശിക ട്യൂഷൻ സെൻ്ററുകളിലോ അതല്ലെങ്കിൽ മറ്റു ചില പ്രൈവറ്റ് കോളേജുകളിലോ ചെറിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലോ ഒക്കെ അയാൾക്ക് സീനിയറും പ്രിൻസിപ്പളായി വരെ ജോലി ചെയ്യാവുന്നതാണ്. പക്ഷേ അദ്ദേഹം അതിനുള്ള ക്വാളിഫൈഡുമാണ്. എം.എഡ് ആണെന്നാണ് ആ സംസാരത്തിൽ നമ്മൾ കേട്ടത്. പക്ഷെ എന്നിരുന്നാലും ഈ ഓട്ടോറിക്ഷ ഓടിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ ജോലി ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യമാകാം ഓട്ടോറിക്ഷ ഓടിക്കൽ. അപ്പോൾ ഏത് ജോലിയാകട്ടെ, ഓട്ടോറിക്ഷ ഓടിക്കലാകട്ടെ, ഒരു മീൻ കച്ചവടമാകട്ടെ, അതല്ലെങ്കിൽ ക്വാറിയിൽ ജോലി എടുക്കുന്ന ഒരു തൊഴിലാളിയാകട്ടെ, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അദ്ദേഹം പറയുന്നത് ആ ഓട്ടോറിക്ഷ ഓടിച്ച് എനിക്ക് 700 മുതൽ 1000 വരെ പെർ ഡേ ഞാൻ സമ്പാദിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒരു മിനിമം ഒരു റാഹത്തായി ജീവിക്കാൻ പര്യാപ്തമായ ഒരു വേതനം തന്നെയാണ് അതിലൂടെ ലഭിക്കുന്നത്. അതേ കൂട്ടത്തിൽ ചേർത്ത് വെക്കാനുള്ളത് ചില ആളുകളുടെ ഒരു പ്രകൃതം കൂടിയാണത്. അതായത് അവർ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തനിക്കൊരു ആരോഗ്യമുള്ള സ്ഥിതിയിൽ സ്വയം തന്നെ അധ്വാനിച്ച് അവനവൻ്റെ ജീവിതത്തിനുള്ള വക കണ്ടെത്താനാണ് പല ആളുകളും അങ്ങനെ ജീവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു സഹോദരൻ കടമ്പഴിപ്പുറം ഭാഗത്താണ്. അദ്ദേഹം നമുക്ക് ഇങ്ങനെ അടുത്ത് പരിചയമുണ്ട്, കുറച്ച് പ്രായമായ ആളാണ്. ഈ പറയുന്ന പോലെ എക്സ് ഗൾഫാണ്. അദ്ദേഹം നല്ല സമ്പാദിച്ചിട്ടുണ്ട് ആൾ. നല്ല വീടും സൗകര്യങ്ങളും മറ്റൊക്കെയുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, നമുക്ക് എവിടെയെങ്കിലും എനിക്ക് ഒരു ജോലി കിട്ടുമോ? വയസ്സ് 70 അടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയി താമസിച്ചോളാം. ഏതെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ കണക്ക് നോക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മറ്റുമായി ബന്ധപ്പെട്ട ഒരു ജോലി എനിക്ക് കിട്ടുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുക എന്നുള്ളത് കഴിയാത്ത ഒരു വ്യക്തിയാണ്.
അതുമാത്രമല്ല 10,000 വരെ ശമ്പളം കിട്ടുന്ന വ്യക്തികളെ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലായിട്ട് എന്നിട്ട് ആ ഒരു കുടുംബജീവിതം തന്നെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. കാരണം ഈ വ്യക്തിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ കുടുംബിനിയായിട്ട് എന്നും കലഹവും അങ്ങനെയൊക്കെ ആയിട്ട് കഴിയുന്നത്, പരസ്പരം ഭാരമായി കഴിയുന്ന ഒരു സാഹചര്യവും അതിൻ്റെ അപ്പുറത്തുണ്ട്. അതോടൊപ്പം പിന്നെ ഈ ഒരു വാർത്തയോട് ചേർത്ത് വെക്കാനുള്ള ഒരു വാർത്തയായിട്ടാണ് കേട്ട പോലെ തോന്നുന്നു. നമ്മളെ ലുലു ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ നല്ലൊരു പ്രായമുള്ള ഒരാൾ, ഒരു ഗൾഫ് ആണ് തോന്നുന്നു, അയാൾ അവിടുന്ന് വന്നിട്ട് ഇവിടെ പിന്നെ കുട്ടികളുടെ കൂടെ, ചെറുപ്പക്കാരുടെ കൂടെ അയാൾ വരിയിൽ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് കാരണവരങ്ങൾ ഇവിടെ നിൽക്കുന്നു വെച്ചാൽ ഞാൻ ജോലിക്കാണ്. അങ്ങനെ അത് ഭയങ്കര, ആ വീഡിയോ വൈറലായി. യൂസുഫ് അലി നേരിട്ട് അദ്ദേഹത്തിന് ജോലി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു രംഗം വരെ ജോലി കൊടുത്തതിന് ശേഷം അതെ. അദ്ദേഹവുമായി സംസാരിക്കുന്ന ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുമുണ്ട്. അതെ, ഏതായിരുന്നാലും നമ്മൾ ചെയ്യുന്ന ജോലി അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല. അതെ, അത് ആസ്വദിച്ച് തൻ്റെ കുടുംബത്തിനുള്ള അത്താണിയാണ് ആ ജോലി എന്ന ഒരു സന്തോഷത്തോടു കൂടി അതിലേർപ്പെടുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും അതിൽ ജീവിത വരുമാനം ആയ ആ ഒരു ജോലിയെ സന്തോഷത്തോടു കൂടി പുൽകുകയും ചെയ്യുക എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഇന്നത്തെ ചിന്തയിലൂടെ പീസ് റേഡിയോക്ക് സമർപ്പിക്കുക.